ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വെണ്ടക്ക വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് വെണ്ടക്ക മപ്പാസ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് വെണ്ടയ്ക്ക തന്നെയാണ്. വെണ്ടയ്ക്ക നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ രണ്ട് അറ്റവും കട്ട് ചെയ്തിട്ട് 2 ഇഞ്ചോളം വലുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വെണ്ടക്ക ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 5-6 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. കാരണം ആ ഒരു വെണ്ടക്കയുടെ ഒരു കൊഴുപ്പുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ തീരെ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. ടേസ്റ്റ് ഇല്ലാത്ത ഓയിൽ വേണം എടുക്കാൻ. ഇനിയിപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൺചട്ടിയിലും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ 2 സ്റ്റെപ്പും ചെയ്തെടുക്കാൻ. അപ്പോഴേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിൽ കട്ടാക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കനം കുറഞ്ഞിട്ട് എടുക്കുക. ഇനിയിപ്പോൾ വലിയ ഉള്ളിയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതി. എന്നിട്ട് നൈസായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ. അപ്പോൾ നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ. എന്നിട്ട് വേണം നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓരോ പൗഡർ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഐറ്റംസാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ ഈ പൗഡറിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക കണ്ടല്ലോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ വേണം നമുക്കത് മാറ്റാൻ കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് 1-ാം പാൽ. പിന്നെ ആ പീരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് 2-ാം പാൽ കേട്ടോ. അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആ മസാലയിലേക്ക് ആദ്യം തന്നെ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനിയത് തിളപ്പിച്ചെടുക്കണം. ആ ഒരു വെണ്ടക്കൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അധികം ടൈമൊന്നും വേണ്ടി വരില്ല. വെണ്ടക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതിനിപ്പോൾ എരിവ് തീരെ കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളി ആദ്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. 2 കുരുവോളം മാത്രം പുളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള പാലാവണം കേട്ടോ 1-ാം പാല്. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇത് തിളക്കാനൊന്നും കാത്തു നിൽക്കരുത്. അത് മിക്സാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം.
ഈ ഒരു രീതിയിൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം തിക്ക് തന്നെയാണ് ഗ്രേവി. ഇനിയിപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ട് മാറും. അപ്പോൾ ഇതാ താളിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 5 or 6 അല്ലി ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് ചൂടോട് കൂടെ തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടെ തന്നെ വേണം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനേ. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് രാവിലെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. ആ ഒരു നാടൻ വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ ഈ കറിക്ക് ഉണ്ടാകും. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.